ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഹിയർ ദ സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ചെയർമാനാണെങ്കിൽ ആ ഒരു സൈൻ ലാംഗ്വേജ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് തൈച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൈച്ചിയാണെങ്കിൽ മറുപടി യെസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൈച്ചി രാവിലെ വർക്കിന് വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ തൈച്ചി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ചെയർമാനാണെങ്കിൽ ആ വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചെയർമാൻ്റെ കൂടെ എപ്പോഴും നിന്ന് വർക്ക് ചെയ്യുന്നൊരു പയ്യൻ, അവനാണെങ്കിൽ തൈച്ചി ഈ ഒരു വർക്കിൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ വന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെ തൈച്ചി വന്നതിൽ ആളത്ര ഹാപ്പി അല്ല. എന്നാലും ചെയർമാനാണെങ്കിൽ കുഴപ്പമില്ല, അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തൈച്ചി കൊടുക്കുന്ന വർക്കെല്ലാം അവൻ കുറച്ച് ലേറ്റായിട്ടാണ് ടൈപ്പ് ചെയ്തും ഒക്കെ ചെയ്ത് കഴിയുന്നത്. എന്നാലും ചെയർമാനാണെങ്കിൽ ആ ഒരു പയ്യൻ്റെ അടുത്ത്, നീയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരാ, അവനാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയർമാനാണെങ്കിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് തൈച്ചിയാണെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത്രയും വർക്ക് കഴിഞ്ഞിട്ട്, അതായത് അവനിപ്പോൾ ഈ ഒരു ഓഫീസിൽ വർക്കുണ്ട്, പിന്നെ അവൻ ഓൾറെഡി ഒരു കഫേയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു വർക്കെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ഇവൻ ഫുള്ള് ടയേർഡാണ്. കോഹയ്ക്ക് നോട്ട് എഴുതുന്ന ടൈമിന് ഇവനാണെങ്കിൽ ക്ലാസ് കേട്ട് ഉറങ്ങി പോകുന്നുണ്ട്. കോഹ ഇത് ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് നോട്ടൊക്കെ ഇവൻ്റെ ഉള്ളൂ. എന്നാലും അതൊക്കെ അവൻ കോഹയെ കൊടുത്തിട്ട്, കോഹ എനിക്ക് പോകണം, എനിക്ക് പാർട്ട് ടൈം വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോഹയുടെ കൂടെ ഇരിക്കാൻ പോലും ടൈമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം തൈച്ചിയാണെങ്കിൽ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് അവിടെ പോവുകയാണ് ആ കമ്പനിയിൽ. ആ ഒരു ടൈമിന് അവിടെ വെച്ചിട്ട് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, അതായത് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ അന്ന് ആ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലാണെങ്കിൽ മെറ്റീരിയൽസ് സംഭവങ്ങൾ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ തൈച്ചി നിൽപ്പുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിന് അവിടെ വന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ സൈൻ ലാംഗ്വേജിൻ്റെ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി ഡൗട്ട് വന്നിട്ട് നമ്മുടെ തൈച്ചിയോട് വന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ഫസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാനായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ്. എന്നിട്ട് തൈച്ചിയുടെ അടുത്ത് അവർ വന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞ് കൊടുക്കരുത്, കാരണം അവർക്കാണെങ്കിൽ അത് സ്വയം വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തൈച്ചിയാണെങ്കിൽ അവൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കുമ്പോൾ ചെയർമാൻ വന്നിട്ട് ഇവന് കഴിക്കാനായിട്ട് ഒരു പുഡിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. ചെയർമാൻ അവനതിരുന്ന് കഴിക്കുന്ന ടൈമിന് ഇവനാണെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ചെയർമാൻ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് തൈച്ചി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് കാര്യം പറയുന്നുണ്ട്. അതായത് ഞാനും ആ ഒരു പയ്യനും ചിന്തിക്കുന്ന രീതി വേറെയാണ്, ഞങ്ങൾ തമ്മിൽ ഒത്തു പോകുന്നില്ല. കാരണം എനിക്കാണെങ്കിൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുപോലും ഇല്ല, ഞാനാണെങ്കിൽ ഒന്നും പഠിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും കോളേജ് കഴിഞ്ഞാൽ എന്താ ആവേണ്ടത് എല്ലാം അറിയാം. എന്നാൽ എനിക്കൊരാൾക്ക് കോളേജിൽ പഠിക്കുന്നു എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. കോളേജ് ലൈഫ് കഴിഞ്ഞാൽ ആരാവേണ്ടത് എന്നൊന്നും തന്നെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതൊക്കെ കേട്ടിട്ട് ചെയർമാനാണെങ്കിൽ, നീ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ഫസ്റ്റ് ടൈം വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ചെറുതായിട്ട് കേൾവിശക്തി പോയവർക്കും മൊത്തത്തിൽ കേൾവിശക്തി പോയവരും ഒരുപോലെ തന്നെയാണ്, അവരെ വ്യത്യാസമായിട്ട് കണക്കാക്കിയിട്ട് രണ്ട് തരത്തിലാക്കാൻ പാടില്ലാന്ന്. അത് നീ ചിന്തിക്കുന്ന നിൻ്റെ ഐഡിയയാണ്, ആ നിൻ്റെ ഐഡിയയാണ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമാക്കുന്നത്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് എല്ലാവരും ഡിഫറൻ്റ് ആയിരിക്കും. നിനക്ക് എൻ്റെ കമ്പനിയിൽ പെർമനൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ ആലോചിച്ചിട്ട് അതൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനും ഓക്കെ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തൈച്ചി മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയുന്നതാണ്. അതിനുശേഷം പിന്നീട് കോളേജിലോട്ടൊക്കെ വരുന്ന ടൈമിന് തൈച്ചിയാണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ കിടക്കുന്ന കാണുന്നുണ്ട്, ഒരു പുല്ലിൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ തൈച്ചിയോട് ചെന്ന് സംസാരിക്കുന്ന ടൈമിന് തൈച്ചിയാണെങ്കിൽ, ഞാനാണെങ്കിൽ കോളേജിൽ നിന്ന് TC വാങ്ങിച്ച് പൊക്കഴിഞ്ഞാൽ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്ന് ഷോക്കായിട്ട്, എന്ത് പറ്റി, നീ എന്തെങ്കിലും അടിയോ പ്രശ്നമോ എന്തെങ്കിലും വഴക്കമല്ലോ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തൈച്ചി ഒന്നുമില്ല ഞാൻ പറയുന്നത് വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ തൈച്ചി, അത് പിന്നെ ഞാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നോട്ടൊക്കെ എഴുതി തരണ്ടേ, അതിന് ഞാൻ എന്തായാലും കോളേജിലോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം 2-3 ദിവസം മുമ്പ് മായ അവൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ആലോചിക്കുന്നത്. അതായത് കോഹയാണെങ്കിൽ തയ്ച്ച് ഒരിക്കലും പോകത്തില്ല, എന്നോട് കാണുമെന്നൊക്കെ പറയുമ്പോൾ മായയാണെങ്കിൽ പക്ഷേ മറ്റൊരു വഴി തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റൊന്നും ചിന്തിക്കാതെ അതുവഴി അവൻ പോകുമെന്ന് പറഞ്ഞ ഒരു കാര്യം. അപ്പം അത് ശരിയാണെന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ കോഹയ്ക്ക് വരുന്നുണ്ട്. തയ്ച്ച് പോകുന്നതിൽ കോഹയ്ക്ക് സങ്കടമുണ്ട്, എന്നാൽ അത് പുറത്ത് കാണിക്കാതെ, ഇല്ല കുഴപ്പമില്ല, നീ നോട്ട് ടേക്കറായിട്ടിരുന്ന് വെറുതെ നിൻ്റെ ഡ്രീംസിൻ്റെ പുറകെ പോകാതിരിക്കണ്ട, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കമ്മിറ്റിയുടെ അടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ പ്രൊഫഷണൽ നോട്ട് ടേക്കറിനെ
എടുത്തോളാം, നീ പൊക്കോ, കുഴപ്പമില്ല, നീ ഇല്ലേലും ഞാൻ ഓക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴത്തേക്കും തയ്ച്ചിക്ക് ഒരുമാതിരിയായിട്ട്, അപ്പോൾ ഞാൻ ഇല്ലേലും നിനക്ക് ഓക്കെ ആണല്ലേ, ശരി, അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പറയുന്ന ടൈമിന് തയ്ച്ച് കരയുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും കോഹ ഒന്ന് ടെൻഷനായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്നാൽ മറ്റൊന്നും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ തയ്ച്ച് അവിടെ നിന്ന് പോയിക്കളയാണ്. അങ്ങനെ തയ്ച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത്, മുത്തശ്ശ ഞാൻ കോളേജിൽ നിന്ന് TC വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ മുത്തശ്ശൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ നീ TC വാങ്ങിച്ചോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഷോക്കായിട്ട്, മുത്തശ്ശൻ ദേഷ്യപ്പെടത്തില്ല, ഒന്നും ചോദിക്കത്തില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ, നീ കോളേജിൽ നിന്ന് TC വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ എന്തിനാ ഞാൻ വെറുതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ, മുത്തശ്ശ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഈ TCയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ ഒരുമാതിരി ആയി എന്ന് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശനാണെങ്കിൽ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങളാണെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഒരു വഴിയിലേക്ക് പിരിയാൻ പോകുന്നവർ തന്നെയാണ്. അതൊന്നും നേരത്തെ ആയെന്ന് കരുതിയിട്ട് നീ ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. നീയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു പേടിയുണ്ടും നീ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. മനുഷ്യന്മാർ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു വിഷമത്തിൽ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കാറുണ്ട്. അതുകൊണ്ട് നീയായിട്ട് കറക്റ്റ് ആലോചിച്ച് തീരുമാനിക്കുക, നിനക്ക് എന്താ വേണ്ടതെന്ന്, നീ എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കോഹേനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ സ്റ്റുഡൻറ്റ് അഫയേഴ്സ് കമ്മിറ്റി പോയിട്ട് ഒരു പ്രൊഫഷണൽ നോട്ടേക്കുന്ന വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മായയുടെ കൂടെ നടന്നു പോകുന്ന ടൈമിന് ഇതുപോലെ തയ്ച്ചില്ലാതെ മറ്റൊരു നോട്ടേക്കുന്ന വേണമെന്നുള്ള കാര്യം ഇവൻ പറയുന്നുണ്ട്. ആ സമയം മായയാണെങ്കിൽ കോഹയുടെ അടുത്ത്, കോഹേ നിനക്ക് തയ്ച്ചിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹെ ഒരു മടിയും കൂടാതെ എനിക്കവൻ ഇഷ്ടമാണ്, പക്ഷേ അത് കണ്ടിട്ട് ഒരു നഷ്ടപ്രണയമായെന്നാ തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ സമയം മായയാണെങ്കിൽ, നിനക്ക് വേറെ ആരെങ്കിലും പ്രേമിച്ചൂടെ, അവൻ ഒരുമാതിരി നിന്നെ സഹായിക്കുന്നെന്നുള്ള രീതിയിൽ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അവനെ തന്നെ എന്തിനാ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹയാണെങ്കിൽ, മായ നീ എപ്പോഴെങ്കിലും നിൻ്റെ ഈ കേൾവിശക്തി മൊത്തത്തിൽ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ. എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു ലൈഫല്ലായിരിക്കും, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ലൈഫായിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാനാണെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ എല്ലാ കാര്യത്തിനും സന്തോഷിച്ച് ചിരിച്ചേനെ. ഞാനാണെങ്കിൽ ഒരു കഷ്ടപ്പെട്ട് ഒരു ലൈഫ് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ സമയമാണ് തയ്ച്ച് എൻ്റെ ലൈഫിലോട്ട് വന്നത്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഈ കേൾവിശക്തിയൊന്നും തീരെ പ്രശ്നമുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരുന്നൊരു പയ്യനാണ്. കൂടെയുള്ള ആൾക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെടാൻ വരെ അവൻ തയ്യാറാണ്. ഞാനും അവനും തമ്മിൽ ചേർന്ന് പോകാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. എന്നാലും അവൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഞാനായിട്ടിരിക്കാം. അവൻ്റെ കൂടെ ഉള്ളതിന് ശേഷം ഞാനാണെങ്കിൽ എനിക്കെൻ്റെ കേൾവിശക്തി ഒന്ന് നേരെയായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാൻ പോയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതിൽ ഞാൻ കംഫർട്ടബിളായി. കാരണം എല്ലാം അവൻ കൂടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതൊന്നും ഇനി ഉണ്ടാകത്തില്ല, അതിന് കുറച്ച് കാലം കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതെല്ലാം മായ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തയ്ച്ചിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിൽ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ കോളേജിൽ കണ്ടിന്യൂ ചെയ്യണോ അതോ TC മേടിക്കണോ എന്ന്. അങ്ങനെ പിന്നീട് അവൻ കോളേജിലേക്ക് ചെന്നിട്ട് അവൻ TC വാങ്ങുകയാണെന്നുള്ള കാര്യം അവിടെ ഓഫീസിലുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ ഫോമും കാര്യങ്ങളെല്ലാം വാങ്ങാനായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.